ഹലോ, അസ്സലാമലൈക്കും. ഹന്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് നമുക്ക് കാണാം. എവിടേക്കാണ് നമ്മൾ പോയതെന്ന് നമുക്ക് നോക്കാം. അവിടുന്ന് പൊട്ടിച്ച പൂവാണ് കേട്ടോ ഇത് ഹന്ന വെറുതെ വീഡിയോ എടുത്തിക്കാണ്. അപ്പൊ നമുക്ക് പോവാൻ ഇതാ പുറപ്പെടാണ്. ഹന്നയും ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാണ്. അപ്പോഴാണ് ഹെൽമെറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ റയാൻ വേഗം പോയിട്ട് ഹെൽമെറ്റ് എടുത്താന്ന്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്താനായി. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അർഫൊക്കെ പറഞ്ഞ് നേരം വൈകി, ഇനിയിപ്പോ മഗ്‌രിബ് ബാങ്ക് ഇപ്പൊ കൊടുക്കൂലേ, അപ്പൊ നമുക്ക് വേഗം തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ അന്ന പറയുന്നുണ്ട് വേണ്ട കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോന്നാ മതി എന്നൊക്കെ അന്ന പറയാണ് ട്ടാ. അതാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ശേഷം പോവാ, ഒരു 5 മണിയൊക്കെ ആവുമ്പോ പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പൊ ഇതവിടെ പോത്തുകളൊക്കെ കണ്ടപ്പോ അവിടുന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ് ട്ടാ. അവിടെ കുറേ പോത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങള് വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇതാ കുറച്ചൊക്കെ തിരക്കുണ്ട് ട്ടോ അവിടെ. അപ്പൊ ഈ ചാവക്കാട് ഭാഗത്ത് ഒരുപാട് കടപ്പുറങ്ങളുണ്ട് ട്ടാ. എന്താന്ന് വെച്ചാല് മണത്തല, പിന്നെ ബ്ലാങ്ങാട്, പിന്നെ എന്താ പുത്തൻ കടപ്പുറം. ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ട്ടാ വരുന്നത്. പുത്തൻ കടപ്പുറം എന്ന് പറയണേ. പിന്നെ അങ്ങനെ ഒരുപാട് കടപ്പുറങ്ങളുണ്ട് ട്ടാ ഓരോ പേരില്. അപ്പൊ ഞാനിപ്പോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അന്നക്ക് ഭയങ്കര സന്തോഷായി. അന്ന കഴിഞ്ഞ ആഴ്ച മുതലേ പറയുന്നതാണ് കടല് കാണാൻ പോവാന്ന് ട്ടാ. അവസാനം ഇവിടെ എത്തി. ഈ ആഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റിയത്. അങ്ങനെ ഇവിടെ എത്തി. അന്നക്ക് കടല് കണ്ടാ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ട്ടാ. അതിനാണ് ഇങ്ങോട്ട് വരുന്നത്, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു പേടിയുമില്ല കടലിലേക്ക് ഇറങ്ങാനിട്ടാ. അങ്ങനെ അധികം ഇവിടെ എന്താ പറയാ, അങ്ങനെ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല ട്ടാ. വൃത്തിയൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ വല്ലാണ്ട് തിരക്കുമില്ല. എല്ലാവരും ഇങ്ങനെ സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ. അങ്ങനെ അന്നതാ ആദ്യം കടലിലേക്കൊക്കെ ഒന്ന് നോക്കി നിന്ന്, എന്നിട്ട് ഇനിയിപ്പോ അതിലേക്ക് ഇറങ്ങാനുള്ള പുറപ്പാടാണ് ട്ടാ. ചെരുപ്പൊക്കെ അയച്ചേക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേഗം പോയിട്ട് ഊരി വെക്കുകയാണ് ട്ടാ. അങ്ങനെ അന്നതാ കടലിൽ കുളിക്കാൻ ഇറങ്ങാണ്. കുളിക്കൊന്നുമില്ല, അവിടെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം ചവിട്ടിയിട്ട് കളിക്കുള്ളൂ. അങ്ങനെ ഇതാ അന്നക്ക് ഒരുവിധം കുട്ടികൾക്കൊക്കെ കടൽ ഇഷ്ടാവും. കാരണം വെള്ളത്തിൽ കളിക്കാന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പണ്ടൊക്കെ ഞങ്ങളെ കൂടെ റയാനും വന്നിരുന്നു ട്ടാ. ഇപ്പൊ റയാനും റയാൻക്ക് എക്സാം ആണ്. പിന്നെ അത് മാത്രല്ല ബൈക്കുമ്മ പറ്റില്ലല്ലോ. 3 ആൾക്കല്ലേ വരാൻ പറ്റുള്ളൂ. അത് കാരണമാണ് റയാനൊന്നും കൊണ്ടുവരാണ്ടിരുന്നത് ട്ടാ. ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് കടൽ കാണാൻ വരുന്നതൊക്കെ ട്ടാ. അപ്പൊ ഞങ്ങള് ബൈക്കായ കാരണമാണ് അവരൊന്നും കൊണ്ടുവരാണ്ടിരുന്നത്. മെയിനായിട്ട് റയാനക്ക് എക്സാം ആണ്. നാളെ കെമിസ്ട്രി എക്സാം ആണ്. അപ്പൊ കൊടുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു കാഴ്ച കണ്ടിട്ടാ. വേഗം വായോ, ഞാനൊരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ട്ടാ. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വഞ്ചിയിൽ കുറെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട് ട്ടാ. ആ വഞ്ചി കടലിലേക്ക് ഇറക്കണതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്ടാ ഈ കാണുന്നത്. ഈ കാഴ്ച ഞാൻ തീരെ ഇങ്ങനെ വഞ്ചിയൊന്നും കടലിലേക്ക് ഇറക്കണമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇപ്പൊ കണ്ടാ ഇങ്ങനെയാണ്. ഇനിയിപ്പോ ഈ വണ്ടി പോലത്തെ സാധനം കൊണ്ടാണ് വഞ്ചി ഇറക്കിയത് ട്ടാ. ഇത് ബാക്കിൽ നിന്നാണ്ട് തള്ളി കൊടുക്കുക ചെയ്തത്. അപ്പൊ അവരതാ പോണു. ഇനി ഇവര് നാളെ രാവിലെ വരുള്ളൂന്ന് അവർക്ക് പറയേ. മീനൊക്കെ ആയിട്ട് വരും. ഇതാണ് ഇവരുടെ ജോലി. ഓരോരുത്തർക്കും ഓരോ ജോലി അല്ലേ. അങ്ങനെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇനിയും വരണ്ട്. അപ്പൊ ആ വഞ്ചി തള്ളിയ മെഷീനാണ് ട്ടാ ഈ പോണത്. അപ്പൊ നമ്മളവിടെ റോഡ് പണിയുടെ കുറെ തരം മെഷീനുകൾ ഞങ്ങൾ കണ്ട്. അപ്പൊ
കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതാ അറ്റത്ത് എത്തിയിട്ടാ വഞ്ചി. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. അസ്സലാമു അലൈക്കും.